അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേരാണ് സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൂറത്തിലൂടെ തൻ്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ ഉപദേശങ്ങളിൽ ആദ്യമായി കൊണ്ട് തൻ്റെ മകനോട് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. തീർച്ചയായും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറയുകയാണ്, പൊന്നുമോനെ, നീ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എത്ര ശരിയാണ്. നമ്മെ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും ഈ ലോകത്ത് നമുക്ക് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ സംവിധാനിച്ച പടച്ച റബ്ബിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ് എന്നാണ്. വേറെയും ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഷിർക്ക് എന്നുള്ളത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു താല പുറത്തു തരികയില്ല എന്ന്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം അവൻ്റെ മേൽ നിഷിദ്ധമായി എന്നും ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ, ഒരു ആപത്ത് ഉണ്ടാകുമ്പോൾ, പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. സന്താന സൗഭാഗ്യങ്ങൾ നൽകുന്നവൻ, രോഗങ്ങളെ മാറ്റുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രയാസത്തെ മാറ്റിത്തരുന്നവൻ എല്ലാം അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രമേ അതിന് കഴിവുള്ളൂ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അള്ളാഹു തആല നമ്മോട് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് ഷിർക്ക് എന്നുള്ള പാപം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന ഒന്നാമത്തെ ഉപദേശം അതായിരുന്നു, പൊന്നുമോനെ, നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുകാരനെ ഉണ്ടാക്കരുത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് സംഭവിക്കരുത്. നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബക്കാരെ തൗഹീദും ഷിർക്കും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.